2006 ഒക്ടോബർ മാസം 18 മംഗോളിയൻ താരസുന്ദരി അൽത്താൻ തുയെ മലേഷ്യയിലുള്ള രണ്ടുപേർ ചേർന്ന് തട്ടിക്കൊണ്ടുപോകുന്നു. അങ്ങനെ ഷാ ആലം എന്ന ഒരു കാടിനുള്ളിലേക്ക് അവളെ കൊണ്ടുപോയി. അവിടെയുള്ള ഒരു സ്ഥലത്ത് വെച്ച് അവളുടെ തലയിൽ 2 തവണ വെടിവെച്ചു. അത് കഴിഞ്ഞ് അവളുടെ ശരീരത്തിൽ RDX വെടിമരുന്ന് വയ്ക്കുകയും അവളുടെ ശരീരത്തെ ചിന്നാഭിന്നമാക്കി. ആരാണ് ഈ അൽത്താൻ തുയ? എന്തുകൊണ്ട് അവൾക്ക് ഇത്ര ക്രൂരമായ ഒരു മരണം കൊടുത്തു? ഇതിന് പുറകിൽ ആരാണുള്ളത്? ഈ വീഡിയോയിലൂടെ വ്യക്തമായി കാണാം. ഒരു ചെറിയ പ്രോഡക്റ്റ് ഞാൻ പരിചയപ്പെടുത്താം. ഇതിനെ ടോക്കിംഗ് കാർ റീഡർ എന്ന് പറയും. ആമസോണിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഇപ്പൊ നമ്മുടെ സ്വന്തം വെബ്സൈറ്റായ കിഡ്സ് ബെസ്റ്റിൽ അവൈലബിൾ ആണ്. നിങ്ങളുടെ വീട്ടിൽ 2 വയസ്സിനും 7 വയസ്സിനും ഇടയിൽ കുഞ്ഞുങ്ങളുണ്ട്. അവർക്ക് സ്പെല്ലിംഗ് പറഞ്ഞു കൊടുക്കണം, വേർഡ്സ്, ട്രാവൽ, ഷേപ്സ്, നെയിംസ് ഇതൊക്കെ പറഞ്ഞു കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള 160-ൽ കൂടുതൽ ഫ്ലാഷ് കാർഡ്സ് ഉണ്ട്. 2 സൈഡും പ്രിന്റ് ചെയ്തിട്ടുണ്ടാകും. ഈ ഫ്ലാഷ് കാർഡ് എടുത്ത് ഈ റീഡറിനകത്ത് വയ്ക്കുകയാണെങ്കിൽ ഇതുപോലെ മൃഗങ്ങൾ, പക്ഷികൾ, ഷേപ്സ് ഒക്കെ അവൈലബിൾ ആണ്. സാധാരണ നിങ്ങൾ കുട്ടികൾക്ക് കളിക്കാൻ കൊടുക്കുന്ന ഒരു കളിപ്പാട്ടം പോലെ അല്ല ഇത്. നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് മൊബൈൽ ഫോൺ കൊടുക്കുന്നവരാണെങ്കിൽ ആ സമയം ഈ ഒരു കാർ റീഡർ മാത്രം കൊടുത്താൽ മതി. അവരുടെ ബ്രെയിൻ ഡെവലപ്മെന്റിനും സഹായിക്കും, ആരോഗ്യവും മെച്ചപ്പെടും. ഇപ്പൊ തന്നെ താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. വിക്കിവോക്സ് 10 എന്ന കൂപ്പൺ കോഡ് ഉപയോഗിക്കുകയാണെങ്കിൽ 10% ഡിസ്കൗണ്ട് ലഭിക്കും. ഇപ്പൊ തന്നെ ചെക്കൗട്ട് ചെയ്യുക. ആയിരത്തി 1978 സോവിയറ്റ് യൂണിയനിൽ ഒരു മിഡിൽ ക്ലാസ് കുടുംബത്തിൽ ജനിച്ചു. ചെറിയ പ്രായം മുതലേ വളരെ നന്നായി പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നു അവൾ. അവൾക്ക് ഒരുപാട് ഭാഷ പഠിക്കണം എന്നുള്ളതാണ് ആഗ്രഹം. അങ്ങനെ മംഗോളിയൻ, റഷ്യൻ, ചൈനീസ്, ഫ്രഞ്ച്, ഇംഗ്ലീഷ് പല ഭാഷകൾ പഠിക്കുക മാത്രമല്ല അത് സംസാരിക്കുകയും ചെയ്തു. ഇങ്ങനെ അവളുടെ ജീവിതം വളരെ നോർമലായാണ് പോയത്. ചെറിയ പ്രായത്തിൽ തന്നെ വളരെ പ്രധാനമായി 14 വയസ്സിൽ അവൾക്ക് വിവാഹം കഴിഞ്ഞു. 1992 വിവാഹം കഴിഞ്ഞു. ആ ഒരു വിവാഹത്തിലൂടെ അവൾക്കൊരു കുഞ്ഞും ജനിക്കുന്നു. ഇതിനുശേഷം ഭർത്താവിനും അവൾക്കുമിടയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായി. അടുത്ത 2 വർഷത്തിൽ ഇവർ തമ്മിൽ വേർപിരിയുന്നു. 1994 ആദ്യമായി മലേഷ്യയിലേക്ക് വരുന്നു. മലേഷ്യയിൽ ഒരു ട്രാൻസ്ലേറ്ററായി ജോലി ചെയ്യുന്നു. കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ് മലേഷ്യയിൽ നിന്നും ഫ്രാൻസിലേക്ക് പോയി. ഫ്രാൻസിലായിരുന്നു അവൾ മോഡലിംഗ് പഠിച്ചത്. മോഡലിംഗ് പഠിച്ചതോടുകൂടി ലോകം മുഴുവനും ഒരുപാട് വലിയ ബ്രാൻഡ്സിനെല്ലാം മോഡലിംഗ് ചെയ്തുകൊണ്ടിരുന്നു. ഇതിനുശേഷം അവളുടെ ജീവിതം 2003 വന്ന് നിൽക്കുന്നു. ഈ സമയത്ത് ഇവൾ രണ്ടാമത് വീണ്ടും ഒരു വിവാഹം കഴിച്ചു. ആ ഒരു ബന്ധത്തിലും ഇവർക്കൊരു കുഞ്ഞ് ജനിച്ചു. എന്നാൽ ഈ ഒരു വിവാഹ ബന്ധവും അധികനാൾ നീണ്ടു നിന്നില്ല. അടുത്ത 2 വർഷത്തിൽ ഇവർക്കിടയിലും പ്രശ്നം വരുന്നു. അങ്ങനെ ഈ ഒരു ബന്ധവും വിവാഹമോചനത്തിൽ അവസാനിച്ചു. എന്നാൽ ഇത്തവണ അൽത്താൻ തുയ തീരുമാനിച്ചു, ഈ ലോകം മുഴുവനും ചുറ്റി സഞ്ചരിക്കണം, ഒരു ലോക സഞ്ചാരിയായി മാറണം. പണം സമ്പാദിക്കാൻ നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ ചെന്ന് ട്രാൻസ്ലേറ്ററായി ജോലി ചെയ്യാം. എനിക്ക് തന്നെ ഒരുപാട് ഭാഷ അറിയാമല്ലോ എന്നവൾ ചിന്തിച്ചു. അങ്ങനെ ലോകം മുഴുവനും യാത്ര ചെയ്യാൻ തുടങ്ങി. പോകുന്ന സ്ഥലങ്ങളിലെല്ലാം ട്രാൻസ്ലേറ്ററായി ജോലി ചെയ്യാനും തുടങ്ങി. ഇങ്ങനെ ലോകം മുഴുവനും ചുറ്റി സഞ്ചരിച്ച് അവസാനം 2006 മലേഷ്യയിലേക്ക് തന്നെ തിരികെ വരുന്നു. മലേഷ്യയിൽ വന്ന് അതേ ട്രാൻസ്ലേറ്റർ ജോലി തന്നെയാണ് ചെയ്തത്. ആ ഒരു ജോലി വഴി മലേഷ്യൻ പാർലമെന്റിൽ തന്നെ അവൾക്ക് അടുത്ത സുഹൃത്തുക്കൾ കുറെ കിട്ടുന്നു. അവർ വഴി വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയെ പരിചയപ്പെടുന്നു, അബ്ദുൾ റസാഖ്. ഇയാൾ മലേഷ്യൻ പാർലമെന്റിലെ വളരെ പ്രധാനപ്പെട്ട ഒരു മെമ്പറായിരുന്നു. അതിനേക്കാളും അപ്പോഴത്തെ പ്രൈം മിനിസ്റ്ററായ നജീബിനും വളരെ അടുത്ത സുഹൃത്തായിരുന്നു ഇയാൾ. അങ്ങനെ അൽത്താൻ തുയയും അബ്ദുൾ റസാഖും നല്ല സുഹൃത്തുക്കളാകാൻ തുടങ്ങി. ഇതിനുശേഷം ഇവർ രണ്ടുപേരും പ്രണയിക്കാനും തുടങ്ങി. ഇപ്പോൾ അബ്ദുൾ റസാഖ് ചെയ്തത് നജീബിനോട് പറഞ്ഞ് ഈ 3 പേരും ചേർന്ന് പാർട്ട്ണർഷിപ്പിൽ ഒരുപാട് വലിയ കമ്പനീസുമായി ഡീലർഷിപ്പ് നടത്താൻ തുടങ്ങി. ഈ ഒരു ഇന്റർനാഷണൽ കമ്പനി ഡീലർഷിപ്പ് വഴി ഒരുപാട് പണം സമ്പാദിക്കാനും തുടങ്ങി. ഇങ്ങനെ ജീവിതം വളരെ നന്നായി പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് ചിന്തിക്കുമ്പോൾ അവൾക്കും അബ്ദുൾ റസാഖിനും ഇടയിൽ വീണ്ടും പ്രശ്നമുണ്ടാകുന്നു. ഈ ഒരു പ്രശ്നം കാരണം ബാക്കി 2 പേരും അവളെ അവരുടെ പാർട്ട്ണർഷിപ്പിൽ നിന്നും കട്ട് ചെയ്യുന്നു. ഇതിനുശേഷം അൽത്താൻ തുയ അബ്ദുൾ റസാഖിനോട്, എൻ്റെ ജീവിതം ഇതുപോലെ നോർമലായി പോകാൻ പാടില്ല. എന്നെ വിശ്വസിച്ച് 2 മക്കളുണ്ട്. അവർക്ക് വളരെ സുരക്ഷിതമായ നല്ലൊരു ഭാവി ഞാൻ ഉണ്ടാക്കി കൊടുക്കണം. അവസാനമായി എനിക്ക് $17 മില്യൺ നിങ്ങൾ സെറ്റിൽ ചെയ്ത് തന്നാൽ മതി. നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഞാൻ മുഴുവനായും പോകാമെന്ന് അവരെ ഭീഷണിപ്പെടുത്തി. ഇക്കാര്യം പ്രൈം മിനിസ്റ്റർ നജീബിന്റെ കാതിലേക്ക് പോകുന്നു. ഇതിനുശേഷം 2006 ഒക്ടോബർ മാസം 18 ഞാൻ ആമുഖത്തിൽ പറഞ്ഞതുപോലെ അൽത്താൻ തുയെ 2 പേർ ചേർന്ന് തട്ടിക്കൊണ്ടുപോയി മലേഷ്യയിലുള്ള ഷാ ആലം എന്ന കാടിനുള്ളിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ വെച്ച് അവളുടെ തലയിൽ 2 തവണ വെടിവെച്ചു.
RDX വെടിമരുന്ന് അവളുടെ ശരീരത്തിൽ വെച്ച് പൊട്ടിത്തെറിപ്പിക്കുന്നു. ആ ശരീരം ചിന്നാഭിന്നമായി മാറി. 2 ദിവസമായി മകളെക്കുറിച്ചുള്ള യാതൊരു വിവരവുമില്ലാത്തതുകൊണ്ട് അവളുടെ അച്ഛനും അമ്മയും മലേഷ്യൻ പോലീസിൽ ഒരു കംപ്ലൈന്റ് കൊടുത്തു. ഇപ്പോൾ അൽത്താൻ തുവയെ തേടി പോലീസ് വലിയൊരു അന്വേഷണം തന്നെ നടത്തി. എന്നാൽ പോലീസ് എവിടെ തിരഞ്ഞിട്ടും അവൾ എവിടെ ഉണ്ടെന്ന് കണ്ടെത്താനേ സാധിച്ചില്ല. ഇതേ സമയം ഷാ ആലാം എന്ന ഭാഗത്ത് കുറേയേറെ ടൂറിസ്റ്റ് ആ സ്ഥലങ്ങൾ കാണാനായി ആ കാടിനുള്ളിലേക്ക് പോയി. ഈ സമയത്തായിരുന്നു അവിടെ കുറേയേറെ എല്ലിൻ കഷ്ണങ്ങളും മനുഷ്യന്റെ മാംസവും ചിതറിക്കിടക്കുന്നത് കണ്ടത്. അത് കണ്ടപ്പോൾ തന്നെ അവർക്ക് മനസ്സിലായി അതൊരു മനുഷ്യന്റേതാണെന്ന്. ഉടനെ തന്നെ പോലീസിനെ വിവരം അറിയിച്ചു. ഇപ്പൊ പോലീസും ആ സംഭവ സ്ഥലത്തെത്തി. ചിതറിക്കിടക്കുന്ന എല്ലിൻ കഷ്ണങ്ങളെല്ലാം എടുത്ത് DNA പരിശോധന നടത്തി. അപ്പോഴാണ് മനസ്സിലായത് ആ ചിതറിക്കിടന്ന ശരീരഭാഗങ്ങൾ അൽത്താൻ തുവയുടേതാണെന്ന്. അവളെ ആരാണ് ഇത്ര ക്രൂരമായി കൊന്നത് എന്ന രീതിയിൽ പോലീസും അന്വേഷണം നടത്തി. ഇതിനായി പ്രത്യേക ഒരു ടീം തന്നെ രൂപീകരിച്ചു. ആ ഒരു ടീമിന്റെ പ്രൈവറ്റ് ഇൻവെസ്റ്റിഗേറ്ററായി ബാലസുബ്രഹ്മണ്യം എന്നയാളായിരുന്നു ചുമതലയേറ്റത്. അയാൾ കണ്ടുപിടിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അതെല്ലാവരെയും ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. സത്യത്തിൽ അൽത്താൻ തുവയെ തട്ടിക്കൊണ്ടുപോയത് 2 പോലീസ് ഉദ്യോഗസ്ഥരായിരുന്നു. ആ 2 പോലീസ് ഉദ്യോഗസ്ഥരെയും അറസ്റ്റ് ചെയ്ത് അവരെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. എന്നാൽ ആ ഒരു ചോദ്യം ചെയ്യലിൽ നിന്നും അവർക്ക് യാതൊരു ഗുണവും ഉണ്ടായില്ല. ആ 2 പോലീസ് ഉദ്യോഗസ്ഥരും ഒന്നും തന്നെ പറഞ്ഞില്ല. പക്ഷെ ബാലസുബ്രഹ്മണ്യം പറഞ്ഞത് ഈ 2 പോലീസ് ഉദ്യോഗസ്ഥർക്കും അബ്ദുൾ റസാഖ് എന്ന വ്യക്തിക്കും പ്രൈം മിനിസ്റ്റർ നജീബിനും വളരെ അടുത്ത ബന്ധം തന്നെയുണ്ട്. ഈ അൽത്താൻ തുവയുടെ മരണത്തിന് പിന്നിൽ വലിയൊരു പൊളിറ്റിക്കൽ രഹസ്യം തന്നെ ഉണ്ടെന്ന് പറയാൻ തുടങ്ങി. എന്നാൽ പെട്ടെന്ന് 2008 ബാലസുബ്രഹ്മണ്യം ഒരു പ്രസ് കോൺഫറൻസിൽ പറഞ്ഞത് പ്രൈം മിനിസ്റ്റർ നജീബിനും ഈ ഒരു മരണത്തിനും യാതൊരുവിധ ബന്ധവുമില്ല എന്ന്. ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് റിലീസ് ചെയ്യുന്നു. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ആരെക്കൊണ്ടും വിശ്വസിക്കാൻ സാധിച്ചില്ല. മുൻപ് ഇതേ വ്യക്തി തന്നെയാണ് ഈ ഒരു മരണത്തിനും ഇവർക്കും ബന്ധമുണ്ടെന്ന് പറഞ്ഞത്. ഇപ്പോൾ അത് മാറ്റി പറയുകയാണ്. എന്നാൽ ഈ ഒരു സ്റ്റേറ്റ്മെന്റിന് ശേഷം ഈ 2 പോലീസുകാരെയും മതിയായ തെളിവില്ലാത്തത് കൊണ്ട് റിലീസ് ചെയ്യുന്നു. ബാലസുബ്രഹ്മണ്യം ഇങ്ങനെ ഒരു ഇന്റർവ്യൂ കൊടുത്തതിന് ശേഷം ഒരു 2 വർഷം കഴിഞ്ഞ് വീണ്ടും അയാൾ ഒരു ഇന്റർവ്യൂ കൊടുത്തു. അതിലയാൾ പറഞ്ഞത് 2 അപരിചിതരായ വ്യക്തികൾ എന്റെ വീട്ടിൽ വന്ന് എന്റെ ഭാര്യയെയും മക്കളെയും തോക്കിന്റെ മുൾമുനയിൽ വെച്ച് ഞങ്ങളെ ഭീഷണിപ്പെടുത്തുകയായിരുന്നു. ആ ഒരു ഭീഷണിക്ക് ഭയന്നാണ് ഞാൻ അങ്ങനെ ഒരു തെറ്റായ സ്റ്റേറ്റ്മെന്റ് നൽകിയത്. ഇപ്പോൾ ഇക്കാര്യം പുറത്തു വന്നതും മുൻപ് റിലീസ് ചെയ്ത 2 പോലീസുകാരെയും അറസ്റ്റ് ചെയ്യുകയും അവർക്ക് മരണശിക്ഷ കൊടുക്കാൻ വിധി വന്നു. എന്നാൽ ഇങ്ങനെ ഒരു വിധി വന്നിട്ട് കൂടിയും ആ ഒരു ശിക്ഷ നിറവേറ്റാൻ ഒരുപാട് കാലതാമസമുണ്ടായി. വർഷങ്ങൾ തള്ളിപ്പോവുകയാണ്. ഇത് കഴിഞ്ഞ് ഈ ഒരു മരണശിക്ഷയെ എതിർത്ത് ഒരു അപ്പീൽ കൊടുത്തു. അങ്ങനെ ആ മരണശിക്ഷ ക്യാൻസൽ ആകുന്നു. അവരെ റിലീസ് ചെയ്യുകയും ചെയ്തു. എന്ത് കാരണം കൊണ്ടാണ് റിലീസ് ചെയ്തത് എന്ന് ചോദിച്ചാൽ അൽത്താൻ തുവയെ കൊല്ലുന്നതിന് ഇവർക്ക് യാതൊരു മോട്ടീവും ഇല്ല എന്ന് ഒരു ഫേക്ക് ന്യൂസ് പറഞ്ഞാണ് ഇവരെ റിലീസ് ചെയ്തത്. എന്നാൽ ഇതിനു പുറകിലും വലിയൊരു പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഉണ്ടെന്ന് ആ സമയത്ത് എല്ലാവരും പറയാൻ തുടങ്ങി. റിലീസ് ചെയ്തതിനു ശേഷം ഈ 2 പോലീസുകാരിൽ ഒരാൾ ഓസ്ട്രേലിയയിലേക്ക് പോകുന്നു. എന്നാൽ അൽത്താൻ തുവയുടെ മാതാപിതാക്കൾക്ക് ഇത് വലിയ ദുഃഖത്തിന് കാരണമായി. അവർ വീണ്ടും ഈ 2 പോലീസുകാരുടെ പേരിൽ കേസ് കൊടുത്തു. ആ ഒരു കേസിന് അവസാനം വീണ്ടും ഈ 2 പോലീസുകാരെ അറസ്റ്റ് ചെയ്യുകയും അവർക്ക് മരണശിക്ഷ നൽകണമെന്ന് വിധി വരുന്നു. എന്നാൽ ഇവരെ അറസ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ ഒരേ ഒരാൾ മാത്രമായിരുന്നു മലേഷ്യയിൽ ഉണ്ടായിരുന്നത്. മറ്റൊരാൾ ഓസ്ട്രേലിയയിലേക്ക് പോയി രക്ഷപ്പെട്ടു. ഓസ്ട്രേലിയയിലുള്ള ആ ഒരു വ്യക്തിയെ ഇവർക്ക് അറസ്റ്റ് ചെയ്യാൻ സാധിച്ചില്ല. ഓസ്ട്രേലിയയിലെ റൂൾ എന്തെന്ന് ചോദിച്ചാൽ ഒരാൾ ഓസ്ട്രേലിയൻ സിറ്റിസൺഷിപ്പ് വാങ്ങിക്കഴിഞ്ഞാൽ അവിടെയുള്ള ആ ഒരു വ്യക്തി മറ്റേത് കൺട്രിയിലേക്ക് പോയാലും അയാൾക്ക് മരണശിക്ഷ കൊടുക്കാൻ പാടില്ല എന്നൊരു നിയമം അവരുടെ നാട്ടിലുണ്ട്. ഈ ഒരു പ്രശ്നം കാരണം അയാൾക്ക് ഇപ്പോഴും മരണശിക്ഷ നൽകാൻ സാധിച്ചിട്ടില്ല. വീണ്ടും അൽത്താൻ തുവ കേസിൽ വലിയൊരു വിവാദമുണ്ടായി. 2019 മലേഷ്യയിലെ പുതിയ പ്രൈം മിനിസ്റ്റർ ഒരു ഓർഡർ കൊടുത്തു. അൽത്താൻ തുവയുടെ കേസ് റീഓപ്പൺ ചെയ്യണം, അവൾക്ക് തീർച്ചയായും ന്യായം കിട്ടണം എന്ന് പറയുന്നു. അദ്ദേഹം പറഞ്ഞത് ഈ അൽത്താൻ തുവയുടെ മരണത്തിനും അബ്ദുൾ റസാഖ് എന്ന വ്യക്തിക്കും നജീബ് എന്ന പഴയ പ്രൈം മിനിസ്റ്റർക്കും വളരെ അടുത്ത ബന്ധം തന്നെയുണ്ട്. അതിനുള്ള തെളിവുകൾ ഞങ്ങളുടെ പക്കൽ ഉണ്ടെന്നും പറഞ്ഞു. അങ്ങനെ അബ്ദുൾ റസാഖിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കുന്നു. ഇന്നത്തെ ദിവസം വരെയും അൽത്താൻ തുവയുടെ മരണത്തിന് കാരണമായ കുറ്റവാളികൾക്ക് യാതൊരു ശിക്ഷയും കൊടുത്തിട്ടില്ല. ഈ ഒരു കേസ് സോൾവ് എന്ന് പറഞ്ഞാൽ കൂടിയും ഇപ്പോഴും അൺസോൾവ് എന്നൊരു സ്റ്റേറ്റിലാണ് ഉള്ളത്. ഈ കേസിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പണം, പ്രശസ്തി, പദവി, ഈ കാര്യങ്ങളൊക്കെ ഒരു അർഹിക്കാത്ത വ്യക്തിയുടെ കയ്യിൽ എത്തുകയാണെങ്കിൽ എങ്ങനെയുള്ള ക്രൂരതകൾ ചെയ്യും എന്നുള്ളതിന് ഈ അൽത്താൻ തുവയുടെ കേസ് തന്നെ വലിയൊരു ഉദാഹരണമാണ്. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്നത്തെ വീഡിയോയ്ക്ക് 5-ൽ എത്ര സ്റ്റാർ നിങ്ങൾ നൽകുമെന്നുള്ളതും കമന്റിൽ പറയുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.